നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഇത് ചൂടോടെ കഴിക്കാനായിട്ട് നമുക്ക് ഇതിന് സൈഡ് ഡിഷിന്റെയോ ചട്നിയുടെയോ ഒന്നും ആവശ്യമില്ല. ഇനി സൈഡ് ഡിഷിന്റെ ആവശ്യമുള്ളവരാണെങ്കിൽ നേരത്തെ നമ്മൾ സമോസയുടെ കൂടെ ഉണ്ടാക്കുന്ന ചട്നിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. സമോസ ചട്നി ഉണ്ടാക്കുന്ന വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇതും കൂടെ നല്ല കോമ്പിനേഷൻ ആണ്. നമ്മൾ എല്ലാവരും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കച്ചോടി ഒന്ന് ഉണ്ടാക്കി നോക്കണം.